അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഈ കാണുന്ന അക്കൗണ്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ കാണാം. ഓക്കെ, ആ ട്രാൻസ്ഫർ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബാലൻസ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്കിവിടെ സെലക്ട് കോയിൻ എന്ന ബോക്സ് കാണാം. ആ ബോക്സിൽ നിങ്ങളുടെ BTC BZ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ ഇത് രാവിലെയൊക്കെ നോക്കുമ്പോൾ ബിറ്റ് കോയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ BTC BZ കൂടി വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതിനൊക്കെ വർക്കുകൾ എന്തൊക്കെ നടക്കുന്നുണ്ട് നമുക്കൊന്ന് ഊഹിക്കാം. ഓക്കെ, എന്തായാലും BTC BZ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വാലറ്റ് അഡ്രസ്സ് ചോദിക്കും. ആ അഡ്രസ്സ് ചോദിക്കുന്ന ടൈമിൽ നിങ്ങളുടെ BZ കോയിൻ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലെ റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ട്രാൻസ്ഫർ അഡ്രസ്സ് എന്ന് പറയുന്ന ബോക്സ് കാണാം. അതേപോലെ ട്രാൻസ്ഫർ എമൗണ്ട് എന്ന് കാണാം. അവിടെ അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബാലൻസും കാണാം. അപ്പോൾ എന്തെങ്കിലും 110 കോയിൻസ് ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ എമൗണ്ട് അടിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങളുടെ എമൗണ്ട് അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗത്ത് അത് BTC BZ കോയിൻ വാലറ്റിലെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ കോയിൻ സെലക്ട് ചെയ്യുമ്പോൾ ബിറ്റ് കോയിന് ചെയ്യാൻ പാടില്ല. ആരും പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്രസ്സ് മാറിപ്പോയാൽ പിന്നെ നിങ്ങളുടെ ഫണ്ട് ഫുൾ ലോസ് ആകും. അതാണ്. അപ്പം തന്നെ BTC BZ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ BZ വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഇനി ഈ ട്രാൻസ്ഫർ അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതിനുശേഷം ഈ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ട് 0.0006 BZ കോയിൻ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും അഡ്രസ്സ് കറക്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് അടിച്ചിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് കൊടുത്തപ്പോൾ ഒരു OTP ചോദിക്കുന്നുണ്ട്. നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ OTP കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ദെൻ സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. വിത്ഡ്രോവൽ റിക്വസ്റ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിൽ നമ്മുടെ ബാലൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ 0 കാണാം. ഓക്കെ, അതുപോലെ ഇപ്പോൾ എനിക്ക് മെയിലും വന്നിട്ടുണ്ട്. ക്യാമനോറിൽ നിന്ന് BTC BZ ട്രാൻസ്ഫർ റിക്വസ്റ്റ് പ്രോസസ് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് മെയിലും വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ BZ കോയിൻ വാലറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് ബാലൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BTC BZ ബാലൻസ് ഇപ്പോൾ 0 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫണ്ട്സ് എന്ന ഓപ്ഷനിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ വിത്ഡ്രോവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കവിടെ നിങ്ങളുടെ ഹിസ്റ്ററി കാണാം. ഓക്കെ, അത് പെൻഡിങ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരം കാത്തു നിൽക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ വാലറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കാണാം. നേരത്തെ പെൻഡിങ് എന്നാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇതിനെടുത്ത ടൈം എത്ര ചോദിച്ചാൽ ഞാനിത് വീഡിയോ ചെയ്യുന്നത് 30-ആം തീയതിയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ ഡേറ്റ് 5-ാം തീയതി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം 30-ാം തീയതി ചെയ്തത് ഇന്നാണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. എൻ്റെ BZ കോയിൻ വാലറ്റിലേക്ക് വന്നിട്ടുള്ളത് ഇന്നാണ്. ഓക്കെ, വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണാം റിസീവ്ഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം 150 കോയിൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇപ്പോൾ എടുത്ത ടൈം ഒരു 5 ദിവസം എടുത്തിട്ടുണ്ട് ടൈം. ഓക്കെ, പക്ഷേ ഇന്ന് മുതൽ, അതായത് ഇന്ന് കുറേ പേര് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അത് 10 മിനിറ്റ് കൊണ്ടും അരമണിക്കൂർ കൊണ്ടൊക്കെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
സംഭവം ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടുണ്ട്. ട്രാൻസാക്ഷനൊക്കെ ഫാസ്റ്റായി നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ക്യാമനോറയിൽ നിന്ന് ബിസോഡ് കോയിൻ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങളുടെ അതിലെ ബിസോഡ് കോയിൻ മാറ്റുക. ഇനിയിപ്പോൾ അതല്ലാതെ നേരിട്ട് നോവ എക്സ്ചേഞ്ചിലേക്ക് മാറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതിനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമനോറിൽ നിന്ന് നോവയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നോവയിലെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. നോവയിലെ ബിസോഡ് കോയിൻ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതേപോലെ തന്നെ ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ക്യാമനോറിൽ കാണിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ 15-ാം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ഈ മാസം ഫെബ്രുവരി 15-ന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ കോയിൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അവരുടെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 15-ാം തീയതിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ വാലറ്റിലേക്കോ അത് റിമൂവ് ചെയ്യാൻ, നമ്മുടെ കോയിൻസ് വിത്ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നോവ എക്സ്ചേഞ്ചിലൂടെ ബിസോഡ് കോയിൻ മാറ്റുക എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അതുപോലെ ഇനി എങ്ങനെയാണ് ബിസോഡ് കോയിൻ വാലറ്റിൽ നിന്ന് നോവ എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന വീഡിയോ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.